ഹലോ നമസ്കാരം. ലേഡീസ് അവറിലെ വെരി സ്പെഷ്യൽ കുക്കിംഗ് സെഗ്മെന്റ് പൊന്നമ്മാസ് കലവറയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ള നമ്മുടെ പൊന്നമ്മാസ് കലവറയിലാണ്. നമ്മുടെ പൊന്നമ്മാസ് കലവറയുടെ സ്വന്തം പൊന്നമ്മ ചേച്ചിയുണ്ട്. ഹലോ ചേച്ചി. നമസ്കാരം. വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പം ഇന്നും ഒരു സ്പെഷ്യൽ വിഭവമായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്സ് ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് അഗെയിൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നിപ്പം നമ്മുടെ പൊന്നമ്മാസ് കലവറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് വിന്താലു. ബീഫ് വിന്താലു. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈസ് ബീഫ്. ബീഫ് വെന്താലു അല്ല, വിന്താലു. വെന്താലും ബീഫ് വിന്താലു വെന്താലും കഴിക്കുന്നത് നമുക്കറിയാം. പക്ഷെ എന്നാലും പറയുമ്പം ബീഫ് വെന്താലു എന്നല്ല, ബീഫ് വിന്താലു. എങ്ങനെ? ബീഫ് വിന്താലു. കറക്റ്റ്. അപ്പോൾ നമുക്ക് വേണ്ട എന്നാന്ന് വെച്ചാൽ ആദ്യമേ ഒരു കാര്യം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേരത്തെ വെച്ചിട്ടില്ല. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഗ്രേവിയാണ്. ഈ ഗ്രേവിക്കകത്ത് ഒരുപാട് സംഗതികളുണ്ട് ഈ ഗ്രേവിയിൽ. കാരണം ഇത് ഞാൻ പ്രേക്ഷകരോട് പറയണം എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാശ്മീരി മുളക്, പിന്നെ നമ്മൾ മഞ്ഞൾ, പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, വിനാഗിരി, മഞ്ഞൾ, ഇത്രയെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് നമ്മളിത് കണ്ട. പിന്നെ വേറെ സാധനം ചേർത്തിട്ടുണ്ട്, സ്പെഷ്യൽ സാധനം മുരിങ്ങയുടെ തൊലി. അത് ഇല്ലാത്ത നമുക്കത് മസ്റ്റല്ല, പക്ഷേ മുരിങ്ങത്തൊലിയും കൂടെ അരച്ച് വെക്കാമെങ്കിൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്കിതിനകത്ത് കിട്ടും. അതുകൊണ്ട് മുരിങ്ങത്തൊലി ഇത്രയും നമ്മൾ ഒരുമിച്ച് വിനാഗിരി, ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല, ഇത് നമ്മൾ വിനാഗിരിയിലാണ് അരച്ച് നമ്മളിത് ചേർത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പേസ്റ്റ്. ഞാനിവിടെ ആദ്യമേ നോക്കിയപ്പോൾ കടുകും ഐറ്റംസും ഒന്നും കണ്ടില്ല. അപ്പോൾ ഈ ഫ്ലേവർ എല്ലാം കൂടെ ഒറ്റ മസാലയായിട്ട് ചേച്ചി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. കടുക് നമുക്കിനി വേണ്ട. കാരണം നമ്മൾ പൊട്ടിക്കാൻ നേരത്തെ ഓൾറെഡി കടുക് നമ്മളത് അരച്ചല്ലോ. അപ്പോൾ നമുക്കിനി കടുക് വേണ്ട. നമുക്ക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്കിനി ചേർക്കാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം കാണാൻ വേണ്ടി എല്ലാ വീട്ടമ്മമാരും ക്രിസ്മസ് ആയിട്ട് വെയിറ്റിംഗില്ല. കാരണം ക്രിസ്മസിന് വേണ്ടി അവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. തീർച്ചയായും. അപ്പോൾ തുടങ്ങാം ചേച്ചി, നമുക്ക്. തീർച്ചയായും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ പൊന്നമ്മാസ് കലവറയുടെ ബർണർ നമ്മൾ കത്തിക്കാൻ പോവാണ്. തീർച്ചയായും. നമ്മൾ പതിവ് പോലെ എന്നും പറയുന്ന കുക്കറൊക്കെ അടുപ്പ് വെച്ചു. അടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒന്നൊരു വെള്ളം നമ്മളൊന്നൊന്ന് തൂത്തിങ്ങനെ കൊടുത്താൽ എണ്ണ ഒഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഇത് വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ മാറ്റി വെച്ചു. എണ്ണ എന്നും പറയുന്ന പോലെ ആൾക്കാർ രോഗങ്ങൾ എന്താ പറയുക, കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുക. വേണ്ട ആൾക്കാർ രുചി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്താലും ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞത് എപ്പോഴും എൻ്റെ ഏത് പിന്നെ കറികളും ഞാൻ പറയും, ഈ എണ്ണയും മുളകും ഒക്കെ കൂടുതൽ മസാലകളൊക്കെ നമുക്ക് രുചിയാണ്. പക്ഷെ അത് കൂടിയാലും നമുക്ക് കുഴപ്പങ്ങൾ വരും ആരോഗ്യപരമായിട്ട്. അതുകൊണ്ട് ആവശ്യം എല്ലാവരും എണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണെന്നും പറഞ്ഞ് എല്ലാവരും അധികം എണ്ണയൊന്നും ഉപയോഗിച്ച് കുക്ക് ചെയ്ത് വെളിച്ചെണ്ണ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന അവസ്ഥയൊന്നും ഉണ്ടാക്കി വെച്ചേക്കരുത് ചേച്ചി പ്രത്യേകം എല്ലാവരോടും കൂടെ കൊണ്ട് ഇൻഫോം ചെയ്തിരിക്കുകയാണ്. ചെറിയ തവി അത് ഒഴിക്കുമ്പോൾ വിചാരിക്കും ഒത്തിരി ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. മാറ്റി വെച്ചു. നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ സവാള ചേച്ചി നമ്മൾ ബീഫ് എത്ര എടുത്തിട്ടുണ്ട് ചേച്ചി? ബീഫ് എന്തോരം എടുത്തിട്ടുണ്ട്? ബീഫ് ഒരു 1/2 കിലോ മിച്ചം ഉണ്ടാവും. 1/2 കിലോ. അതനുസരിച്ചുള്ള നമ്മൾ എടുത്താൽ മതി. അതിനുള്ള സവാള ഞാനിപ്പോൾ കണ്ട ഇത്ര അല്ല ഇട്ടുള്ളൂ. ഈ ഒന്നിച്ചിട്ട് കുറച്ചോട്ടെ. ചേച്ചിയുടെ കുക്കിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി എല്ലാവരും കണ്ടിട്ടുണ്ടോ 1 സ്പൂൺ 2 ടീസ്പൂൺ അല്ലേ അങ്ങനെ ഇടുന്നത്. ചേച്ചി അങ്ങനെയല്ല, ഇതിന് ഇത്ര വേണം അല്ലേ? ചേച്ചിക്ക് ഒരു മനക്കണക്കാണ്, ഒരു കൈക്കണക്കാണ് അല്ലേ? കൈകൊണ്ട് ഇപ്പം സവാളയാണെങ്കിലും ചേച്ചിയോട് നമ്മൾ ചോദിക്കും ഇത്ര വേണം ചേച്ചി, അതൊന്നും വേണ്ട, ഇത് എൻ്റെ ഒരു കണക്കാണ്, ചേച്ചിയുടെ കണ്ണിനാണ് ചേച്ചിയുടെ കണക്ക്. 1 സ്പൂൺ 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല അതിനൊരു കണക്ക് വരുന്നത്. ടേസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് വേണം നമ്മൾ സാധനം എടുക്കാനായിട്ട്. വീട്ടിലാണെങ്കിൽ എല്ലാം ഞാൻ സവാളയായാലും മുളകായാലും എനിക്കെല്ലാം ഒരു കൈക്കണക്കാണ്. ഞാൻ കൈക്കല്ല എടുത്തില്ല, ഞാൻ കൈക്കാ എടുക്കുക. അപ്പൊ സ്പൂൺ ആവശ്യമില്ല നമുക്ക്. ഞാൻ എടുക്കാറില്ല, ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ മുന്നേ അവതരിപ്പിക്കുമ്പോൾ സ്പൂണൊക്കെ ഇട്ട് നമ്മൾ ചെയ്യണേ, അതിന് വേണ്ടി ചെയ്യുന്ന. പിന്നെ നമുക്ക് ഇന്നത്തെ സമയത്ത് ഉള്ള ഈ ഓരോ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ സ്പൂണിലൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലത്. വീട്ടമ്മമാരുന്ന രീതിയിൽ എനിക്കെല്ലാം കൈക്കണക്കാണ് വരുന്നത്. അപ്പോൾ സവാള പച്ചമുളക് എടുത്തു. പച്ചമുളക്, കറിവേപ്പില,
സവോളയൊക്കെ വന്ന് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഏകദേശം വന്നപ്പം എല്ലാം ഒന്ന് വാടിയൊക്കെ വന്നു. ശരിക്കും വഴറ്റിയെടുക്കണോ ചേച്ചി? എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്ന് ആ ഒരു ബ്രൗൺ നിറമാകുന്നതിനും വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ബിന്ദാലിനെ സംബന്ധിച്ചൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു 3-4 ദിവസം വരെ വെളിയിൽ വെക്കാം. കാരണം ചീത്തയായി പോവില്ല. ഇതിനകത്ത് നമ്മൾ വിനാഗിരി ചേർക്കുന്നുണ്ടല്ലോ. വിനാഗിരി ബാക്കിയെല്ലാം ഇതിനകത്ത് ചീത്തയാവാത്ത സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. നമുക്കിത് പുറത്ത് വെച്ചാൽ ചീത്തയാവില്ല. അപ്പോൾ ഇതുണ്ടാ ബ്രൗൺ നിറവായി. ബ്രൗൺ നിറവായി. ഇനി എന്താ ചേച്ചി നമ്മൾ ഇടാൻ പോകുന്നത്? ഈ ഒരു നിറവായി കണ്ടാ. ഇനി വേറെ ഒന്നുമില്ല. നമ്മുടെ ഗ്രേവി അങ്ങോട്ട് ഇടുന്നു. ഒരു സ്മെൽ, നല്ലൊരു മണമൊക്കെ വരും. നമുക്ക് ലാസ്റ്റ് കഴുകി ഒഴിക്കാം. ഇത് നല്ലതായിട്ട് മൂക്കണം. നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമില്ലേ മുളകിൻ്റെയും ആ ഒരു മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ എന്തൊക്കെയായിരുന്നു ചേച്ചി ഇൻഗ്രീഡിയൻസ്? മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കടുക്, വിനാഗിരി, മുരിങ്ങത്തൊലി. അങ്ങനെ അതിലാണ് അരച്ചത്. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മുരിങ്ങത്തൊലിയാണ്. അപ്പോൾ എന്തായാലും മുരിങ്ങത്തൊലി വെച്ചിട്ടുള്ള ഒരു ഇതിൽ വരുമ്പോഴേക്കും എങ്ങനെയാണെന്നുള്ളത് ഇന്ന് നമ്മൾ ഇതിലൊരു പച്ച മണമുണ്ട് ഇതിനെല്ലാം. നമുക്കേ ഇതിലൊക്കെ മതിയൊന്ന് കുറച്ച് വെച്ചാൽ നമുക്കത് പതുക്കെ കടന്ന് നോക്കട്ടെ. പിന്നെ ലേശം ഇതുണ്ട് കേട്ടോ, വിട്ടുപോയൊരു കാര്യമുണ്ട്. മല്ലിപ്പൊടി ലേശം ഇതിൽ ലേശം ആഡ് ചെയ്തിട്ടുണ്ട്. ലേശം മസാല, ലേശം മല്ലിപ്പൊടി, ലേശം എന്താ പറയണേ വിനാഗിരി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ലേശം കടുകൊക്കെ ഒരുപാട് വാരിയിടരുത്. ലേശം ക്വാണ്ടിറ്റി എന്തേലും ഉണ്ടോ അതനുസരിച്ച് എടുത്താൽ മതി. സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വിനാഗിരിയുടെ സ്മെല്ലിങ് എടുത്തു വരുന്നുണ്ട്. നമ്മുടെ ബീഫ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീഫ് നമ്മൾ ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ബീഫിനോട് പറയാം വെന്താലും. അതെ, വെന്താലും. ബീഫ് വെന്താലുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം വെന്താലും ഉപ്പിട്ടായിരുന്നു ഇല്ലല്ലോ? ഇല്ല. മസാല ഇട്ട് നല്ലതായിട്ട് ഇളക്കി മസാലയൊക്കെ ഇട്ട് ദെൻ ബീഫൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചേച്ചി. നമുക്ക് ആ ബീഫ് വേഗം കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം. ഗ്രേവി നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് സാധാരണ ബിന്ദാലുവിന് അധികം ഗ്രേവി ഉണ്ടാവില്ല. നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് ബിന്ദാലു. ഇനി ചില ആൾക്കാർക്ക് പിന്നെ ഗ്രേവി വേണ്ട ആൾക്കാരുണ്ടാവും. അവർക്കതനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി, വെള്ളം വെച്ചാൽ മതി. എന്തായാലും ബീഫ് വേഗം വെള്ളം വേണമല്ലോ. ഈ ബിന്ദാലിൻ്റെ ഒരു കഷ്ണം കണ്ടോ, നമ്മൾ സാധാരണ ഇറച്ചിയുടെ ഒരു കഷ്ണമല്ല. കാരണം ഇതൊന്നും ഇച്ചിരി വലിപ്പമുണ്ട് ഇതിന്. ബിന്ദാലു കഷ്ണിക്കുമ്പോൾ ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. സാധാരണ നമ്മൾ ചെറിയ പീസായിരിക്കും നമ്മൾ ചിലപ്പോൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് വലിയ പീസാണ് ബിന്ദാലുവിന്. വെച്ചിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും തന്നെ വെച്ചു, എല്ലാവരും പഠിച്ചിരുന്നു. ഇപ്പോൾ ഈ യൂട്യൂബിനകത്തില്ലാത്ത എന്താ പറയുന്നത് ചാനൽസ് ഇപ്പോൾ കുക്കറി ഷോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ. ഞാനൊക്കെ കുക്കറി ഷോ ഒക്കെ ചെയ്യുമ്പോൾ ഒരാളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചാനൽ തുറന്ന എല്ലാവരും കുക്കറിയാണ്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെയൊക്കെ കണ്ടപ്പോൾ. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ഒന്നും ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കുക്കിംഗ് ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, പഠിക്കുന്നുണ്ടല്ലോ. ഇനി എന്നെപ്പോലെ ആർക്കും ഒരുപാട് മണ്ടത്തര കഥകളൊക്കെ എനിക്ക് ഒത്തിരി കഥ പണ്ടുണ്ടായിട്ടുണ്ട്. അതുപോലൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഞാൻ സന്തോഷിക്കാറുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ യൂട്യൂബ് പ്ലേ ചെയ്ത് വെക്കുക, കുക്ക് ചെയ്യുക. അതെ, അടപ്പിങ്ങിതാ അടച്ചു നമ്മൾ വെച്ചു, ഉപ്പിട്ടു. നമ്മൾ മൂടി വെക്കാം. ബീഫിൻ്റെ വേവ് അറിയാലോ, ബീഫിന് നല്ല വേവുള്ളതാണ്. നമ്മൾ അടച്ചു വെച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമല്ലേ ചേച്ചി? എത്ര വിസിൽ ചേച്ചി? നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം? ഞാനാണ് ഇതിനകത്ത് ഞാൻ 10 വിസിലെങ്കിലും പോകും. കാരണം എനിക്ക് ബീഫ് നന്നായിട്ട് വേകണം. ക്വാണ്ടിറ്റി കുറവല്ലേ? ക്വാണ്ടിറ്റി കുറവുള്ളപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് നമുക്ക് സ്റ്റീം വേണം. അതേ സമയം നിറഞ്ഞുണ്ടെങ്കിൽ 3-4 മതി. കാരണം അത്രയും ടൈറ്റായിട്ട് പെട്ടെന്ന് വെന്തോളും, എളുപ്പമുണ്ടാവും. അത് എന്ത് സാധനമാണെങ്കിലും അങ്ങനെയാണ്, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ചേച്ചി ഒരു 10 വിസിലെങ്കിലും ഈ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ചേച്ചി അതുവരെ വെയിറ്റ് ചെയ്യും അല്ലേ? ഞാൻ വെയിറ്റ് ചെയ്ത് വേറെ പണി എടുത്തോണ്ടിരിക്കും വീട്ടിലാണെങ്കിൽ. ഇവിടെ നമുക്ക് പറ്റുള്ള കഥകളെ പറയാം. വിശേഷങ്ങളൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട്ടിൽ മക്കളൊക്കെ എന്ത് പറയുന്നു? ക്രിസ്മസ് ആയിട്ട് എന്താണ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് സ്പെഷ്യൽ ഇപ്പം കണ്ടില്ലേ, ഇവിടെ വെന്താലും ഓരോരോ ഐറ്റങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ തന്നെ വീട്ടിൽ നമ്മുടെ ക്രിസ്മസ് കാര്യങ്ങൾ വരുന്ന കഴിഞ്ഞപ്പോൾ. പിന്നെ പിള്ളേരൊന്നും ഇല്ല സ്ഥലത്ത്, മക്കളെല്ലാവരും വെളിയിലാണ്, ആരുമില്ല, നമ്മളൊക്കെ ഉള്ളൂ വീട്ടിൽ.
പിന്നെ മക്കളുടെ വിശേഷങ്ങള്? മക്കളെന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മൂത്ത മോക്ക് 3 കുട്ടികളുണ്ട്. മുത്തശ്ശിയാണ് ഇപ്പം. പിന്നെ രണ്ടാമത്തെ മോക്ക് ഒരു മോളുണ്ട്. മോന് കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുന്നു. മക്കളുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ചേച്ചി, അപ്പോൾ ഈ പൊന്നമ്മാസ് കലവറ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ലേ ഇതിന്റെ അമരത്തിരിക്കുന്നത് ഇപ്പം? ഞാനോ? ഞാൻ തനിച്ചൊന്നുമല്ല, എല്ലാവരും ഉണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളൊരു സമയത്ത് വീട്ടിലെന്ന് പറയുമ്പം നമ്മൾ തുടങ്ങി തന്നെ ഒരു പിന്നെ കൊറോണയ്ക്ക് മുന്നേ തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ എന്നോടൊപ്പം എൻ്റെ ഡ്രൈവർ മാനേജർ ഷാഫി, പിന്നെ ഞാൻ, പിന്നെ മക്കളെല്ലാം ഫോണിലൂടെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. രണ്ടാമത്തെ വിസിലടിച്ചു ചേച്ചി. അതായത് കറക്റ്റ് സമയത്തല്ല മക്കളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ അവർ പറയും. ഒരു ഡിഷ് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തതിനെ പറ്റി പറയും. പിന്നെ ആദ്യം ഒന്ന് എതിരുണ്ടായിരുന്നു, അത് എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ മമ്മിക്ക്, മമ്മി റെസ്റ്റ് എടുക്ക്, മമ്മി അഭിനയിച്ചാൽ പോരെ, മമ്മി എന്തിനാ ഇങ്ങനെ ഇപ്പോൾ ഈ കിടന്ന ഇങ്ങനെ കുക്കിംഗ് ചെയ്യുന്നേ അല്ല എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാഷനാണ്. എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സ്റ്റൈൽ ഓൺലൈൻ പോലെ അന്ന് കഴിഞ്ഞപ്പോൾ ശരി പറഞ്ഞ പോലെ ഓൺലൈൻ പോലെ ഒരു സംരംഭം നമ്മൾ തുടക്കമിട്ടത്. അതിനകത്ത് കഷ്ടപ്പാടുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കഷ്ടപ്പെട്ടു. കാരണം തുടങ്ങിയ സമയത്ത് നമുക്ക് ജോലിക്കാരില്ല, ഞാനും ഷാഫി മാത്രമായിരുന്നു, ഞങ്ങൾ രണ്ടും മാത്രമായിരുന്നു. ഞങ്ങൾ കാരണം വേറെ സ്റ്റാഫിനെ പുറത്തുനിന്ന് എടുക്കാനും പറ്റത്തില്ല. നമ്മുടെ അതുപോലെ നമുക്ക് പിന്നെ എന്താ പറയുന്നത്, പിന്നെ പടർന്നു എല്ലായിടത്തും ലോക്ക്ഡൗണും എല്ലായിടത്തും ക്വാറന്റൈനും ഒക്കെ ആയപ്പോഴേ ഒരു പ്രതിസന്ധി പുറമേ ആരെ നമുക്ക് കൊണ്ടുവന്ന് നിർത്താനും പറ്റും. ആ പ്രതിസന്ധിയൊക്കെ ഞങ്ങൾ മറികടന്നു. ഈശ്വരൻ നമ്മളോട് ഉണ്ടായിരുന്നു. നമ്മുടെ ഫുഡ് നന്നായിട്ട് ആൾക്കാർ മേടിച്ചു, എൻജോയ് ചെയ്തു, കഴിച്ചു. ടേക്ക് അവേ ഉണ്ടായിരുന്നു, ഓൺലൈൻ ഉണ്ടായിരുന്നു, ഹോം ഡെലിവറി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ രീതിയിലും സപ്പോർട്ട് എല്ലാ സമയത്ത് ആ സമയത്ത് കൂടുതൽ എന്നോട് സപ്പോർട്ട് ചെയ്ത ഷാഫിയായിരുന്നു ഏറ്റവും കൂടുതൽ എന്നോട് പോകുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പല എപ്പിസോഡുകളിലും ഞാൻ അദ്ദേഹത്തെ പറ്റി പറയാറില്ല, കാരണം നമ്മൾ ഓർക്കാറുമില്ല. പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്ന ആ സമയത്ത് ആരാണോ അവർ കഷ്ടപ്പാട് സമയത്തുള്ള ആൾക്കാരല്ലേ, നമുക്ക് എപ്പോഴും നമ്മളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ സമയത്ത് എന്നോട് ഉണ്ടായിരുന്ന ഇപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നൊക്കെയല്ല ഷാഫിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ശരിക്കും ഷാഫി കഷ്ടപ്പെട്ടു, ഞാനും അതുപോലെ കഷ്ടപ്പെട്ടു. കാരണം കുക്കിങ്ങനെ ഞാനല്ലേ ഇളക്കോലല്ലേ ചേച്ചി എന്നെ എടുക്കുക, മക്കളാ ഇവിടെ മഹനം ചേച്ചി ചോറ് ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക എന്നല്ലേ എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് പിന്നെ എനിക്കിഷ്ടമാണ്. കാരണം നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും നമ്മൾ മനസ്സ് നമ്മൾ പറയും ഇല്ല ഞാൻ സ്ട്രഗിൾ ചെയ്യും എന്ന് മനസ്സിൽ. നമുക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി ഇപ്പം നമ്മൾ ഡള്ളാവുകയാണ് മനസ്സിൽ വിചാരിക്കും, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല വിട്ടുകൊടുക്കില്ല, ഞാൻ സ്ട്രഗിൾ ചെയ്യും, എനിക്ക് ജയിക്കണം, ഒരു വിൽ പവർ, എനിക്ക് ജയിക്കണം, എനിക്ക് സ്ട്രഗിൾ ചെയ്യണം എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ നമ്മുടെ വിജയം നമ്മുടെ കൈക്കുമ്പിളാണ്. ദൈവം ഇങ്ങനെ കൊണ്ടുതരും. പിന്നെ നമ്മൾ മാത്രമല്ല, മേലിരിക്കുന്ന ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ഒക്കെ വേണം. അപ്പം അങ്ങനെയാണ് ഈ പൊന്നമ്മാസ് കലവറ ഇപ്പം വന്ന് ഇത്രയൊക്കെ ആയി. എനിക്ക് തോന്നുന്നു ചേച്ചിയെ കൂടുതലും ആളുകൾ ഒരു അഭിനേത്രി എന്നുള്ള രീതിയിലാണ് എല്ലാവരും അറിയുന്നത് അല്ലേ. അതിനപ്പുറം ഇപ്പോൾ പൊന്നമ്മാസ് കലവറയിലൂടെ നല്ലൊരു ഷെഫ്, കുക്ക്, ആ ഒരു പാഷൻ കുക്കിംഗ് അല്ല, ഒരു അതിനപ്പുറം ഇത് ഇടയ്ക്ക് ഇപ്പം കയറി ഇടയ്ക്ക് കറക്റ്റ് സമയത്താണ് സത്യം പറയുന്നത്. കാരണം നമ്മൾ പറയില്ല ചിലപ്പോൾ പല്ലി നമ്മൾ സത്യം പറയില്ല, അവളെന്തെങ്കിലും പറയുമോ എന്ന് പറയുന്നതാണ് ഇത് കുക്കിംഗ് പാഷനാണ്. അതിനപ്പുറം ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ ഒരു റിയൽ ക്യാരക്ടർ, അല്ലെങ്കിൽ ഇവിടെ വരെ എത്തി നിന്നപ്പോൾ ഉണ്ടായ ചേച്ചിയുടെ വിൽ പവറും കൂടെ നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ ചേച്ചി പറഞ്ഞു തരുന്നത്. ഇത് കറക്റ്റ് സമയത്ത് ഞാൻ പറയാൻ മുമ്പേ കഴിഞ്ഞപ്പോൾ പറയുന്നത് കറക്റ്റ് സമയത്ത് ഇവനെ അടിക്കുകയുള്ളൂ, കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിൽ പവർ ഉണ്ട് ഒന്ന്. രണ്ടാമത് നമ്മൾ എന്താ പറയുക, ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം പുറകോട്ട് മാറാതെ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നിയേക്കാം, വേണ്ടാന്നൊക്കെ. പക്ഷെ അത് നമ്മൾ ഒരിക്കലും കാണരുത്. ഞാൻ എല്ലാവരും പറയുന്നത് ഇപ്പം സ്ത്രീകൾക്കല്ല, നമ്മൾ ഇതുപോലുള്ള ഇനിയിപ്പം വീട്ടമ്മമാർ ഉണ്ടോ, വീട്ടമ്മമാർക്കെല്ലാം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യാനും ഞാൻ പറയുന്നു. ഇത് പ്രത്യേകമായിട്ട് എന്താ പറയുക, ഒരു ലേഡീസ് പ്രോഗ്രാമാണ്, ലേഡീസ് ഓൺലി പ്രോഗ്രാമാണ്. അപ്പോൾ ചേച്ചിയുടെ ഈ ഒരു ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞത്. എല്ലാവരും പിന്നോട്ട് പോവുകയാണ് ഇന്നത്തെ കാലത്ത്. എനിക്ക് പറ്റത്തില്ല, ചെയ്യാൻ പറ്റില്ല. ഒരു എന്താ പറയുക, നമ്മൾ ഈ കുക്കിങ്ങിനെ പറ്റി മറ്റുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ സമയം പോകുന്ന അറിയില്ല. കാരണം ഫുഡ് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഫുഡില്ല പറ്റുമോ? പറ്റില്ല. നമ്മൾ കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണ് കഴിക്കുന്നത്. തീർച്ചയായും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ബിന്ദാലു
എല്ലാവരും പൊന്നം ചേച്ചി വെക്കുന്ന ഒരു സ്റ്റൈലിൽ എല്ലാവരും വെക്കുക. ഞാൻ ഇങ്ങനെ എല്ലാവരും എന്നെ കാണുമ്പോൾ പറയുക ഞങ്ങൾ അത് വെച്ചു, ഞങ്ങൾ ഇത് വെച്ചായിരുന്നു എന്ന് ആൾക്കാർ കാണുമ്പോൾ പറയുക. നല്ലതാണ് നല്ലതെന്ന് പറയുക, മോശമാണ് മോശം തന്നെ പ്രേക്ഷകർ പറയണം കേട്ടോ. ഞാൻ പറയില്ല, എപ്പോഴും എൻ്റെ കറികൾക്ക് ഞാനാണ് ഗ്യാരണ്ടി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കത്തിയൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഏകദേശം കുറേ വിസിൽ അടിച്ചിട്ടുണ്ട് ചേച്ചി. നമ്മൾ എണ്ണീട്ടില്ല, ഞാൻ എന്തൊക്കെയോ എണ്ണി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ചേച്ചിയുടെ സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങ് വിട്ടുപോയി. ഞാൻ കുറച്ച് വേറെ എനിക്ക് നന്നായിട്ട് ഒന്ന് വേഗട്ടെ വിചാരിച്ച് രണ്ടൊന്ന് കുറച്ച് വിസിൽ നമ്മൾ കൂടുതൽ അടിച്ചു. ആ അപ്പം നമുക്കൊക്കെ തുറന്ന് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ പോയി. വാ, അതിൻ്റെ ഒരു മണം നമുക്ക് സാധാരണ ഇതിൻ്റെ അടിപൊളി സ്മെല്ലടിച്ചിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഇതേ ഒരു ചേരുവകളൊക്കെ നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തോട്ടെ. ആദ്യം ഗുരു നോക്കട്ടെ. യെസ്, അതിനുശേഷം ശിഷ്യ. ഇവിടുന്ന് പോകുമ്പോഴേക്കും ഈ ഒരു കുക്കിംഗ് സ്റ്റൈലൊക്കെ എനിക്ക് കൂടെ ഒന്ന് പരീക്ഷിക്കണം. തീർച്ചയായും എല്ലാവരും പെൺപിള്ളേരെല്ലാം കുക്കിംഗ് പഠിച്ചിരിക്കണം, മനസ്സിലായോ? നമ്മൾ എൻ്റെ പിന്നെ കുഞ്ഞുങ്ങളെല്ലാവരും നമുക്ക് രണ്ട് അസാധ്യമായിട്ട് കുക്ക് ചെയ്യും, നന്നായിട്ട് കേക്ക് ചെയ്യും, ഇഞ്ചിയും പൊടി നന്നായിട്ട് കേക്ക് ചെയ്യും, നന്നായിട്ട് കുക്ക് ചെയ്യും. എൻ്റെ മോൻ നന്നായിട്ട് കുക്ക് ചെയ്യും, മാത്യുവും നന്നായിട്ട് കുക്ക് ചെയ്യും. നമ്മളെ ഈ ബീഫ് വിന്താലിനോടൊപ്പം നമ്മൾ ഒരു കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചിക്കനും അപ്പമായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തി. ഇത് നമ്മൾ ഈ കോട്ടയം നമ്മൾ പാലാ കോട്ടയം നമ്മുടെ ചില ഏരിയയിലാണ് തോന്നുന്നത് ഈ കള്ളപ്പം ഉണ്ടാക്കുന്നത്. ഈ കള്ളപ്പം എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിചാരിക്കും ദോശയാണെന്ന്. ഈ തട്ടുദോശ അല്ല. ഇത് നമ്മൾ അരിപ്പൊടി, നമ്മൾ നല്ല ജീരകം, നമ്മൾ ചുമന്നുള്ളി, നമ്മൾ തേങ്ങ, പിന്നെ കള്ള്, നല്ല തെങ്ങും കള്ള് അല്ലെങ്കിൽ പനങ്കള്ള്, എന്തായാലും എല്ലാം കൂടെ ചേർത്ത് തലേ ദിവസം നമ്മൾ കുഴച്ച് വയ്ക്കും. പിറ്റേ ദിവസം നമ്മൾ ഉപ്പിടില്ല, പിറ്റേ ദിവസം ചുടാൻ നേരത്താണ് നമ്മൾ ഉപ്പിടുന്നത്. ഇനി ഉപ്പ് ചില പിള്ളേർക്ക് കല്ലിനൊരു പുളി ഉണ്ടാവും, അത് മാറിക്കിട്ടണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ആഡ് ചെയ്തിട്ട് അങ്ങ് ചുട്ടാൽ ഈ പറയുന്ന കള്ളപ്പം റെഡി. ഈ വിന്താലും കള്ളപ്പം കൂടെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ കള്ളപ്പം, അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്ക് കുറച്ച് നേരമായി കള്ളപ്പം വിന്താലും എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഞാനൊരു പീസ് പുള്ളിപ്പുറത്ത് കഴിപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണ്. അപ്പോൾ ചേച്ചി ഓൾറെഡി എപ്പോഴും പറയാറുള്ളതാണ്, ഇപ്പോഴും പറഞ്ഞു, ചേച്ചിയാണ് ചേച്ചിയുടെ ഫുഡിൻ്റെ ഗ്യാരണ്ടി. അത് തന്നെ ഗ്യാരണ്ടി. അപ്പോൾ അതെ, എനിക്ക് വേണ്ടി ചേച്ചി വിളമ്പുകയാണ് സുഹൃത്തുക്കളെ, വിളമ്പുകയാണ്. ബീഫാ കുറച്ച് കൊടുത്താൽ മതി അല്ലേ? വല്ലാതെ അത് വെള്ളം വെപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. വേണ്ട, കഴിക്കുമ്പോൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണം ഭക്ഷണം. എൻ്റെ ചേച്ചി എല്ലാവരും കാണുക കുറച്ച് തന്നാൽ മതി, നമുക്കിതിന് ശേഷം ഇല്ല കട്ട് പറഞ്ഞ ശേഷം നമുക്ക് ഇതിന് മുന്നേ ഇതിന് വേറെ എന്നുള്ള പരിപാടിയില്ല. നമ്മൾ എന്താണോ അത് അങ്ങനെ ഞാൻ ചെയ്യും. എന്നാൽ ചേച്ചി കുറച്ചുകൂടെ ഇത്രയാണ് തരുന്നത്. ഇതങ്ങോട്ട് കഴിക്കുക, ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കാണുന്നില്ലേ? അപ്പം ഞാൻ നമ്മുടെ കള്ളപ്പവും എനിക്ക് പറയാൻ പറ്റുന്നില്ല, വായിൽ കപ്പലോടുന്നു. ഓക്കെ, അപ്പം ഞാൻ കഴിക്കാൻ പോകട്ടെ ചേച്ചി. പ്രേക്ഷകരെ സാക്ഷി നിർത്തി ഞാനെന്താ ചേച്ചിയുടെ സ്പെഷ്യൽ ബീഫ് വെന്താലും അല്ല വിന്താലും. ഒന്നും പറയാനില്ല. ഞാൻ പിന്നെ പ്രത്യേകിച്ച് അടിപൊളിയൊന്നും പറയേണ്ട കാര്യമില്ല. ഇല്ല ചേച്ചി, ഞാൻ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ബിക്കോസ് വെരി സ്പെഷ്യലായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു വിന്താലുമാണ് ബീഫ് വിന്താലു. ബീഫ് വിന്താലു എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ വെക്കാറില്ല. പക്ഷേ ചില ആൾക്കാർക്ക് വെച്ച് ഒരു പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് വിന്താലു. എല്ലാവരും വേണ്ടി ട്രൈ ചെയ്യുക. അപ്പം ഇങ്ങനൊരു ഐറ്റം ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എനിക്ക് വിളമ്പിയൊക്കെ തന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രസൻറ്റ് ചെയ്ത ചേച്ചിക്ക് വെരി ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ പൊന്നമ്മാസ് കലവറയുടെ ഈ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.